നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള നടിയും നർത്തകിയുമാണ് താര കല്യാൺ. നർത്തകനായിരുന്ന രാജാറാം, താര കല്യാണിൻ്റെ അമ്മ നടിയും കലാകാരിയുമായ സുബലക്ഷ്മി, മകൾ സൗഭാഗ്യ. സൗഭാഗ്യങ്ങളുടെ ഒരു കൂടാരമായിരുന്നു ആ കലാകുടുംബം. ഏറ്റവും ഒടുവിൽ സൗഭാഗ്യയുടെ മകൾ സുദർശനയ്ക്ക് വരെയുണ്ട് ഏറെ ആരാധകർ. താര കല്യാണിനെ എന്നും മലയാളി പ്രേക്ഷകർ ചേർത്ത് വച്ചിരുന്നു. അതിനി സീരിയലായാലും സിനിമയായാലും. പണ്ടൊക്കെ ആ താരകുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ആളുകൾക്കേറെ ഇഷ്ടമാണ്. 2018 കേരളത്തെ ആ ദുരന്ത വാർത്ത തളർത്തുന്നത്. താര കല്യാണിൻ്റെ ഭർത്താവ് രാജാറാം പനി ബാധിച്ച് ആശുപത്രിയിലാകുന്നു, പിന്നീട് മരണപ്പെടുന്നു. ശ്വാസകോശ രോഗത്തിനൊപ്പം വൈറൽ പനി കൂടി പിടിച്ചതാണ് രാജാറാമിൻ്റെ മരണത്തിന് കാരണം. എറണാകുളം അമൃത ആശുപത്രിയിൽ വെച്ചായിരുന്നു രാജാറാം അന്തരിച്ചത്. പിന്നീട് അമ്മ സുബലക്ഷ്മിയും താര കല്യാണും. അമ്മയുടെ മരണത്തോടെ ഏറെ തളർന്നുപോയി താര കല്യാൺ. വിധി അപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. രാജൻ ചേട്ടന്റെ ഓർമ്മകൾ പലപ്പോഴും താര കല്യാൺ തന്റെ വീഡിയോകളിൽ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷവും വിവാഹ വാർഷിക ദിനങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട് താര കല്യാൺ. പഴയ ഓർമ്മകളൊക്കെ താര കല്യാൺ തന്റെ വീഡിയോയിൽ കൃത്യമായി പറയും. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് താര കല്യാണിന്റെ ഒരു പ്രസംഗം, അത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുത്തു. വലിയ വിവാദമായി. ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചത്, എല്ലാവർക്കും ജീവിതത്തിൽ ചോയ്സ് ഉണ്ടാകണമെന്നും താര കല്യാൺ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഭക്ഷണത്തെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. ഭക്ഷണം തയ്യാറാക്കുന്നത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കുചേരണമെന്നുമൊക്കെ താര പറഞ്ഞു. എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. സത്യം ഇങ്ങനെ പറയാമോ, അത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിരുന്നില്ല. അതാരും തരാത്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവുമൊക്കെയാണ് എൻ്റേത്. എങ്കിലും നമുക്ക് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തുവെന്നാണ് താര കല്യാൺ അന്ന് പ്രസംഗിച്ചത്. ഇപ്പോൾ 6 വർഷമായി താൻ പാസ് ഗിയറിലാണ്. സുഖമാണ് ജീവിതം. ആരും ഇത് കോപ്പിയടിക്കാൻ നിൽക്കേണ്ട. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം. ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ്. സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഓരോ ചോയ്സ് അത്യാവശ്യമാണ്. അന്ന് താരയെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ നിരവധി പേർ കമൻറ്റുകളുമായി എത്തി. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിച്ചത് എന്ന് താര കല്യാൺ പറയാമോ എന്നായിരുന്നു ചിലരുടെ സംശയം. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകളെന്നായിരുന്നു ചിലർ ഇതിനെ വിശേഷിപ്പിച്ചത്. അത്രയും കാലം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് മറ്റു ചിലർ ഉപദേശിച്ചു. ഇപ്പോഴിതാ താരയും മകൾ സൗഭാഗ്യയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ താര കല്യാണിനൊരു തൈറോയ്ഡ് സർജറിയൊക്കെ നടന്നിരുന്നു. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് നടത്തിയ പരിശോധനയിലാണ് തൈറോയ്ഡ് അന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ പൂർണ്ണമായും താര കല്യാണിന് ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിധി ആ കുടുംബത്തെ ഇപ്പോഴും വേട്ടയാടുന്നു എന്നർത്ഥം. വീഡിയോയിൽ താര കല്യാണിന് സംസാരിക്കാൻ കഴിയുന്നില്ല. മകൾ സൗഭാഗ്യയാണ് താര കല്യാണിന് വേണ്ടി സംസാരിക്കുന്നത്. അമ്മയുടെ രോഗത്തെക്കുറിച്ചാണ് സൗഭാഗ്യ വീഡിയോയിൽ വിശദീകരിക്കുന്നതും. വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഗോയിറ്ററിൻ്റെ വളർച്ചയായിരുന്നു. ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം എന്നൊക്കെ ഞങ്ങൾ കരുതി. അതുപോലെ ടെൻഷൻ വരുമ്പോഴും ഉറക്ക വഴക്കിടുമ്പോഴുമൊക്കെ ശബ്ദം പൂർണ്ണമായി അടഞ്ഞു പോകാറുണ്ട്. ഉറക്ക സംസാരിക്കുമ്പോഴും ശബ്ദം അടഞ്ഞു പോകും. സ്ട്രെസ് ഈ രോഗത്തെ നന്നായി കൂട്ടും. പല ചികിത്സകളും നടത്തി, ഒന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ വർഷമാണ് അമ്മയ്ക്ക് തൈറോയ്ഡ് സർജറി നടത്തിയത്. എന്നിട്ടും ശബ്ദത്തിന് ഒരുവിധ മാറ്റവും ഉണ്ടായില്ല. ഇപ്പോൾ ശരിക്കും എന്താണ് താരയുടെ ശബ്ദത്തിൻ്റെ പ്രശ്നം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. സ്പാസ്മോഡിക് ഡിസ്പോണിയ എന്ന രോഗാവസ്ഥയാണിത്. തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥ. 3 തരത്തിലാണ് ഈ രോഗാവസ്ഥയുള്ളത്. അതിൽ ഏത് തലത്തിലാണ് ഇപ്പോൾ അമ്മയുടെ രോഗം എന്ന് ഡോക്ടർമാർ പറഞ്ഞില്ല. തൊണ്ടയിൽ ആരോ മുറുക്ക പിടിക്കുന്നത് പോലെയുള്ള സ്ട്രെയിനാണ് അമ്മയ്ക്ക്. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത് എന്നതിനെക്കുറിച്ചും വലിയ ധാരണയില്ല. അതിന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മരുന്നും ഈ രോഗത്തിനില്ല. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ബോട്ടോക്സ് ആയിരുന്നു. അത് ചെയ്ത സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം. ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം അത്യാവശ്യമാണ്. വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല. എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും സാധിച്ചില്ല.
മരണം അറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. കൂടാതെ ആ സമയത്തെ സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജാണെന്നും സൗഭാഗ്യ പറയുന്നു. 1 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ. താര കല്യാണിന് ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് സൗഭാഗ്യ പറയുന്നു. പക്ഷേ ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസം മാത്രമായിരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മുൻപത്തെ പോലെ പാട്ടുപാടാനൊന്നും ഇനി സാധിക്കില്ല. ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ടുപാടാനോ പാടില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. പാട്ടുകാർക്കും വക്കീലന്മാർക്കും ടീച്ചർമാർക്കുമൊക്കെ ഈ രോഗം വരാറുണ്ട്. കേരളത്തിൽ നിരവധി പേരിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട്. ജീവന് ഭീഷണിയുള്ള രോഗമൊന്നുമല്ല, പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ സൗഭാഗ്യ തൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നു. താര കല്യാണിനെ ഇപ്പോഴും വിധി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. സൗഭാഗ്യങ്ങളോടൊപ്പം ദുരന്തവും ദൈവം സമ്മാനിക്കും എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.